സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി വേറൊന്നുമില്ല. നമ്മൾ കുറേ കാലമായി മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് ഇന്ന് നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മൈൻക്രാഫ്റ്റ് കളിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ടുപോലെ നമ്മളിന്ന് ഓട്ടോ കോൺക്രീറ്റ് ഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ ബേസിൻ്റെ പ്രോഗ്രസ് കുറച്ചായിട്ടുള്ളൂ, അത് നമുക്കൊന്നാക്കണം. ഇടേ എന്തോ പറയുന്നു, അയ്യാ എന്നെ കൊല്ലുന്നേ. ഞങ്ങൾ രണ്ടുപേരുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, അതൊരു ചെറിയ പണിയാണ്. അയ്യോ പാട്ടിയല്ല കൊന്ന്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഓട്ടോ കോൺക്രീറ്റ്, അതിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഒപ്പിച്ചെത്തിയിട്ടുണ്ട്. ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടാ, നമ്മുടെ ഗൈസിനോട് എന്തൊക്കെയൊക്കെ പറ. ഇത് മാത്രമാണ് പറയാനുള്ളൂ. ആ നമ്മുടെ കൗ ഫാമും ബ്രേക്കായിപ്പോയി. എന്താ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരു കൗവേ ഉള്ളൂ. ഒരു കൗവെങ്കിൽ ഒരു കൗവെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത കൗവിനെ കൊണ്ടുവരാൻ പോയി, പക്ഷെ കൗവിനൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇത് ചുമ്പരിൻ്റെ ഇടയിൽ കൂടെ തല ഇട്ടിക്കുന്നത്. വെറുതെ ഒരു കൈ കൊണ്ട് ഒരു അടി കൊടുത്തപ്പോഴേക്ക് ചത്തുപോയി. അയ്യോ, ഇത്ര ഹെൽത്ത് ഇല്ലാണ്ട് നിൽക്കുകയെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല. അപ്പം നമുക്ക് ബാക്കി ആ കോൺക്രീറ്റിൻ്റെ പണി അങ്ങ് തുടങ്ങാം. സിദ്ധു അവിടെ ഫെൻസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ല ഫെൻസ് വെക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങളൊരു ലാഡറൊക്കെ വെച്ച് ഗൈസ്, നമ്മുടെ വീട് ഒരുപാട് വട്ടം പൊട്ടിപ്പോയി. ഞങ്ങൾ കളിക്കണ ഇടയിൽ കുറച്ച് ഓഫ് ക്യാമറ മൈനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങളൊന്ന് കളിച്ചായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് ക്രീപ്പർ, കുറേ ക്രീപ്പർ പൊട്ടിക്കണ്ട. ഇവിടൊക്കെ നിങ്ങൾ കണ്ടറിയാം, ഇവിടെയൊക്കെ പണ്ടിങ്ങ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പൊട്ടിപ്പോയി, ഇതെല്ലാം പൊട്ടിപ്പോയി. പിന്നെ സിധുവിൻ്റെ കുട്ടീനെ ഫുള്ള് ജീവനോടുണ്ട്. ഇത്രയും വലിയ ക്രീപ്പറൊക്കെ പൊട്ടിയിട്ടും 4-5 ക്രീപ്പറൊക്കെ വന്നിട്ടാണ് പൊട്ടിയത്. അപ്പം ഇത് വളരെ ചെറിയ, വളരെ എത്ര ഇടുന്നു കഴിഞ്ഞാൽ ഗൈസ്, അതാണ് നമ്മുടെ ആ ഒരു ലുക്ക്. ഞാനത് വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ തന്നെയാണ്. റൂഫ് എന്ന് ഉദ്ദേശിച്ചത് നീ എന്താണ് മാൻ? മറ്റേ ഓടാണോ? അത് വെച്ചോ. എങ്ങനെങ്കിലും കൊടുക്കടേ, നല്ല ഭംഗി ഉണ്ടായാൽ മതി വീടിന്. നീ എങ്ങനെയെങ്കിലും CKMCയോ സുധിയോ ആരെങ്കിലൊക്കെ മതി. ഇവനൊരു CKMC ഫാനാണ്, ഞാനും. ഇതിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോടാ? ഡാർക്കോ കയ്യോ, നമുക്ക് മരം നടാനുള്ളത്. മരം കഴിഞ്ഞാ ജസ്റ്റിൽ കുറച്ച് മരം കാണണം. ഞാൻ ഒരുപാട് മരം വീടുണ്ടാക്കാൻ വേണ്ടി മൈൻ ചെയ്തപ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് അതിരിക്കുന്നു, ഒരുപാടുണ്ട്. നിനക്ക് പിന്നെ നമുക്ക് നെതറൊക്കെ കണ്ടുപിടിക്കണമില്ല, അതൊക്കെ ഞാൻ മറന്നുപോയി. നെതർ കണ്ടുപിടിക്കണം, അതും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോൺക്രീറ്റ് മെഷീൻ, ഇത് വളരെ ചെറുതാണ്. നമ്മൾ തന്നെ ഇതിൽ കൊണ്ടുപോയി മൈൻ ചെയ്യണം, അല്ലാണ്ട് പറ്റത്തില്ല, അല്ലാണ്ട് കോൺക്രീറ്റ് പറ്റത്തില്ല. പക്ഷെ ഇത് ഭയങ്കര സിമ്പിൾ വേ ആണ്, മാത്രമല്ല ഇതിൻ്റെ തട്ടിക്കൂട്ട് വേയുമാണ്. തട്ടിക്കൂട്ടായിട്ടുണ്ടാക്കാൻ എന്നെ കനട്ടേ ഉള്ളൂ വേറൊരാൾ. നമുക്കിവിടെ ഹോപ്പർ വെക്കുന്ന സ്ഥലത്തൊന്ന് മൂടാൻ പാടില്ല. ഭയങ്കര ലാഗ്. ഇനി നമുക്ക് പോയിട്ട് ആ ഒരു ചെസ്റ്റ് എടുത്ത് വെച്ചേക്കാം. എന്തൊരു ലാഗ് കിടത്, അനങ്ങാൻ പറ്റുന്നില്ല, അത്രയും ലാഗ്. ഇനി ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അയ്യോ ഇതങ്ങ് പൊട്ടിച്ച് മാറ്റാം. ഹോപ്പറിൽ കിഴല്ലേ, ചെസ്റ്റിൽ വല്ലതും വീണോ എന്തോ. അതേ കിടക്കുന്നു. ഇനി നമുക്കിത് എന്ത് വെച്ച് കൊടുക്കണേ?
ആ കൊടുക്കാം. ഓ പിന്നെ നമുക്ക് സൈൻ ബോർഡ് ആവശ്യമുണ്ടല്ലോ. ഇവിടെ തീരെ വെളിച്ചമില്ലല്ലേ. എൻ്റെ ഒരു ടോർച്ചില്ലേ? ടോർച്ചില്ല. അല്ല ഇവിടെ വെള്ളം ഒഴിക്കാനുള്ളതല്ലേ, അപ്പോൾ ടോർച്ച് വെച്ചിട്ടൊരു കാര്യമില്ല. ഒരു ഹോപ്പറിൻ്റെ ഭാഗം പൊട്ടിച്ചളയാൻ മറന്നുപോയി. ഹോപ്പർ നിൽക്കണ ബ്ലോക്ക് പൊട്ടിക്കണം. ഹോപ്പർ നിൽക്കുന്ന ബ്ലോക്ക് പൊട്ടിക്കണം നിർബന്ധമാണ്. ഞാനിപ്പോൾ ഞാൻ നോക്കണില്ല. എന്തല്ല ഇത് ഇവനാണ് എനിക്ക് ലാഗ് ഉണ്ടാക്കി തരുന്നവൻ. വെറുതെ പറഞ്ഞത്. അമ്മേ ഓ ഇപ്പോഴും ഞാൻ സൈൻ ബോർഡ് ഉണ്ടാക്കാൻ മറന്നുപോയി. ഇപ്പോഴും ആരോ ഉണ്ട് പത്ത പോലെ. ആദ്യം കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കട്ട്. എവിടെ ലാഗാരനൊന്നും കാണാനും പറഞ്ഞില്ല. ഇജാതി ലാഗ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ലാഗ് ഞാൻ കണ്ടിട്ടില്ല. എന്താ ലാഗാടേ, ലാഗറ്റി പിക്ക്. കുറേ നേരമായി. അതെ സൈൻ ബോർഡ്. ഇവിടെ അങ്ങോട്ട് വയ്ക്കാം. ഈ സൈൻ ബോർഡ് പെട്ടെന്നൊന്നും കാണൂലല്ലേ. ഓട്ടോ കോൺക്രീറ്റ്. നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കാണ്ട് ആരും ഇത് ടെസ്റ്റ് ചെയ്യരുത്. വെള്ളം ഒഴിക്കാണ്ട് ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചമ്മിപ്പോകും. ആദ്യം നമുക്ക് ആ ഒരു വുഡ് എടുക്കണം. ഈ വാട്ടർ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അപ്പം തന്നെ ഈ ഒരു വുഡ് വെച്ചെടുക്കണം. ഹോപ്പറിൻ്റെ അവിടേക്ക് വാട്ടർ എത്തിയെന്ന് ഉറപ്പും വരുത്തണം. നമുക്കിതിൻ്റെ മണ്ടേക്കൊന്ന് കയറണം. ഇത് ഞാൻ എങ്ങനെയൊക്കെയോ മൈൻഡ് ചെയ്തുകൊണ്ട് വന്ന സാധനമാണ്. ഇപ്പം അത് കോൺക്രീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ മുളിക്ക് വെച്ച് പോവാം. അയ്യോ എൻ്റെ കയ്യിൽ വാട്ടറില്ലല്ലോ. എൻ്റെ കയ്യിൽ എംഎൽ ചെയ്യാനൊന്നുമില്ലല്ലോ. ഞാനിവിടെ ഇല്ലടാ. നീയൊക്കെ ഇങ്ങോട്ട് കൊണ്ടിരുന്നത്. അമ്മേ പഠിക്കണ്ട ചത്തിട്ടില്ല ഞാൻ. ഇതാ പിക്കാസോണ്ട് ഇവിടെയൊക്കെ വന്നിട്ട് വെറുതെ അങ്ങ് മൈൻഡ് ചെയ്തിട്ടുണ്ടാകത്ത് ആണെങ്കിൽ ഇത് മറ്റേ ബനാന മൈനിങ് സുധിയുടെ പോലെ എൻ്റെ കീബോർഡ് മോശമില്ല. ഞാൻ ഇത് കളിക്കുന്ന മൊബൈലായതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. കണ്ട സിമ്പിൾ മൈനിങ്. അയൺ പിക്കാക്സ് വേണ്ട, സ്റ്റോൺ പിക്കാക്സ് ആയാലും മതി. കണ്ട അത് തീർന്നു തുടങ്ങി. വേണമെങ്കിൽ ഇത് വെച്ചോ, നിനക്ക് ഞാൻ തരാം. കഴിഞ്ഞായി ശരി. ചെക്കൻ പൊളിയാണ്. അതെ ഇത് വെച്ചോ. ഇതാ മോളിക്കോളിക്ക് ഈ ഹോപ്പറിൻ്റെ മണ്ടയിൽ ഈ സ്റ്റെപ്പ് കയറിയിട്ട് വെച്ചാൽ മതി. ഈ ഹോപ്പറിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് ഇങ്ങനെ മോളിക്ക് വെച്ച് പോയാൽ മതി. അങ്ങനെ നീ ചത്തോക്കോളും. താഴത്തേക്ക് ചാടാനുള്ള വല്ല എമർജിയോ വല്ലോ എന്നാ കുഴപ്പമില്ല. എന്നാ കുഴപ്പമുണ്ട്. ഇവിടെ കോൺക്രീറ്റ് എന്താ
കോൺക്രീറ്റ് ആണ്, റെഡ് കോൺക്രീറ്റ് ആണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ വല്ല ഫാക്ടറീസോ വല്ല ഫാമൊക്കെ പണിയുമ്പോൾ എന്നത് കൂടെ എല്ലാം ഓർഡർ എടുക്കണം. ഞാൻ വല്ല അയൺ ഫാമും പണിയുമ്പോൾ എനിക്ക് ആ സാധനം വളരെ ആവശ്യമുള്ളതാണ്, വളരെ ആവശ്യം. ഇതെന്താ? ഓ ഇവിടെ ലാഡർ വെച്ചയച്ചില്ല. അതിൻ്റെ ചാൻസ് ഉണ്ട്. 99.9% ചാൻസാണ് മോദി കുത്തി വീണ് ചാവാൻ. എൻ്റെ വാട്ടർ ബക്കറ്റിൽ വാട്ടർ ഇല്ല. ഓ ഇനിയിപ്പോൾ വയ്യ. ഗൈസ് കണ്ട ഓടെങ്ങനെയുണ്ട്? ഡേയ് സിയാ ഹലോ ബ്രോ, ഞാനിതാ ഉണ്ട്. അയ്യോ അവരെ സ്റ്റാക്ക് കണക്കിന് മൊത്തം വെച്ചതാര്? ഹസനോരമിയാ? അതാര്? ഏതൊരുത്ത എനിക്ക് ഇൻവിറ്റേഷൻ അയച്ചേക്കണ്. സബ്സ്ക്രൈബർ ആണോ നിങ്ങൾ? വല്ല ആണോ? ചാടിക്കോ, സിധുവിന്റെ വലിയ MLG ക്ലച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. 3 2 1 ചാടിക്കോ. അയ്യോ ചത്തുപോയി. ഇല്ല, അവിടെ വാട്ടർ വന്നിട്ടില്ല. അയ്യോ എന്റെ കൊല്ല ഇവരെ ഓടിക്കോ. അയ്യോ അയ്യോ ഇമ്രാശായ ആ ചത്ത്. റീസ്പോൺ ആവണില്ലല്ലോ. ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ സെർവറിൻ്റെ കാര്യം എന്താടാ? പിന്നെ നമ്മുടെ സെർവറിൻ്റെ കാര്യം അടിക്കലടാ. ഇപ്പം നീ എന്നെ കൊല്ലണ്ട. ഇനി നമ്മുടെ സെർവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ വാട്സപ്പ് സെർവറും തുടങ്ങിയിട്ടുണ്ട്, അല്ല വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മുടെ സെർവറിൻ്റെ ലോഞ്ച് മൈൻക്രാഫ്റ്റ് ബെഡ്റോക്കിലും ജാവയിലും കളിക്കായിരുന്ന സെർവറാണ്. അപ്പോൾ അതിൻ്റെ ലോഞ്ച് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തത്? ഓ എന്തെല്ലാം ലാഗാടായി. റെൻഡർ ഡിസ്റ്റൻസ് കുറച്ചിടേണ്ടി വരും. അപ്പോൾ അത് ലോഞ്ച് ചെയ്യുന്നത് ഏപ്രിൽ 4-ാം തീയതിയാണ്. ഏപ്രിൽ 4-ാം തീയതിയാണ്. അപ്പോൾ ശരി, എന്നാൽ ബൈ ബൈ.